അതീതമായി ഈ നാടിനെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളുടെയും പിന്തുണയുണ്ടാകണം എന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ചന്നപ്പേട്ടയിലെ ജനാവലി, നമ്മളാരും ഇങ്ങനെ ഒരു പ്രക്ഷോഭമോ ഒരു സമരമോ ഒരു പ്രതിരോധമോ ആഗ്രഹിച്ചതല്ല. പക്ഷേ നമ്മൾക്കറിയാം, ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. നമ്മളിവിടെ ജീവിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. അതില് വർഗ, വർണ്ണ, രാഷ്ട്രീയ, ജാതി, മത ഭേദങ്ങളൊന്നുമില്ലാതെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും അണിനിരക്കണം. ഇവിടെ കാഴ്ചക്കാരില്ല. ഇവിടെ പ്രതിരോധിക്കുവാൻ ഇറങ്ങുന്ന, പോർക്കടത്തിൽ ഇറങ്ങുന്ന സമര പോരാളികൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരും കാഴ്ചക്കാരായി നിൽക്കരുത്. കാഴ്ചക്കാരായി നിൽക്കുവാൻ സാധ്യമല്ല. ഇത് നമ്മുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഈ ജനകീയ മാർച്ച് കണ്ട് ഇതിനിറങ്ങി തിരിച്ചിരിക്കുന്ന അധികാരവർഗവും രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഇതിൽ നിന്ന് പിന്മാറുവാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് നമ്മളിവിടെ നടത്തുവാൻ പോകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും കാഴ്ചക്കാരായി മാറി നിൽക്കാതെ പോരാളികളായി ഓരോരുത്തരും പോർക്കളത്തിൽ ഇറങ്ങണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഈ മാർച്ചിന്റെ ക്രമീകരണങ്ങളെ കുറിച്ച് നിങ്ങളോട് പറയട്ടെ. ഈ മാർച്ച് ഇപ്പോൾ ഇവിടെ ഔപചാരികമായി ഇതിന്റെ രക്ഷാധികാരി കൂടിയായ ശ്രീ ചാർലി കോലത്തെ ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നടക്കുന്നതായ മാർച്ചിന്റെ ഏറ്റവും മുൻനിരയിൽ ബാനറിന് പിന്നിലായി ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികൾ അണിനിരക്കും. അതിന് പിന്നിലായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, നേതാക്കന്മാർ അതിന് പിന്നിലായി അണിനിരക്കും. അതിന് പിന്നിൽ സ്ത്രീകളും കുട്ടികളും പിന്നീട് പൊതുജനങ്ങളും ആ രീതിയിലായിരിക്കും അണിനിരന്ന് മുന്നോട്ട് പോവുക. ഒരു ലൈനായി ഇടതുവശം ചേർന്ന് ഒരു വിധത്തിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാത്ത വിധം രണ്ട് ലൈനായിട്ട് പോകാം. ഒരു വിധത്തിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുവാൻ ഇതിൽ പങ്കെടുക്കുന്നവരെല്ലാം ശ്രദ്ധിക്കണം. നമ്മുടെ സമരം സമാധാനപരമാണ്, നിയമവിധേയമാണ്. നമ്മൾ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ നമ്മൾ കാരണമാകുന്നില്ല. അതുകൊണ്ട് ഏറ്റവും സമാധാനപരമായി ഈ മാർച്ച് നടത്തുവാൻ നിങ്ങൾ തയ്യാറാകണം. അതിനുവേണ്ടി ചന്നപ്പേട്ടയിലെ മുഴുവൻ ജനങ്ങളെയും സ്നേഹപൂർവ്വം വേദനയോട് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇത് ഒരു പക്ഷേ ഈ സമരം നീണ്ടുപോയേക്കാം. അതിനുശേഷമുള്ള കാര്യങ്ങൾ കൂടി പറയട്ടെ. 18-ാം തീയതി രാവിലെ 10 മണിക്ക് ഇവിടെ തയ്യാറാക്കുന്നതായ സമരപ്പന്തലിൽ നമ്മുടെ യുവ പോരാളികളായ ശ്രീ ലിജോ തർപ്പനും ശ്രീ ശബരീഷും 24 മണിക്കൂർ